ഇപ്പോൾ ഉള്ള നസ്ലിൻ നമ്മുടെ സംഗീത കെമിസ്ട്രിയിൽ വരുന്ന തമാശകൾ, അല്ലെങ്കിൽ ഇപ്പോൾ മാത്യു നസ്ലിൻ കെമിസ്ട്രിയിൽ വരുന്ന തമാശകളുടെ ഒക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നതായിട്ട് പലരും പറയുന്നത് കല്യാണരാമനിലെ ദിലീപ് സലീംകുമാർ കെമിസ്ട്രി, അല്ലെങ്കിൽ ദിലീപ് ഹരിശ്രീ കെമിസ്ട്രി തന്നെയാണ് ഇപ്പം അതിൻ്റെ വേറെ വേർഷൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അതൊരു തിയറി ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സത്യമുള്ളതായിട്ടോ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? പ്രേമലു പ്രേമലുവിൻ്റെ കണ്ടന്റ്, ബേസ് കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാലേ ഇപ്പം ബേസ് കണ്ടന്റുകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അധികം കണ്ടന്റുകൾ ഉണ്ടാവില്ല എഴുതാൻ. ഒരു 42 പ്രിമൈസ് മൊത്തത്തിലുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ അത് തിരിച്ചും മറിച്ചൊക്കെ എല്ലാ സിനിമകളിലും വരും. ഇപ്പൊ കല്യാണരാമന്റെ ബേസ് കണ്ടന്റ് തന്നെയാണ് പ്രേമലുവിലുള്ളത്. ആലോചിച്ച് നോക്കിയേ. ശരിയാ. പ്രേമലുവിന്റെ ബേസ് തോട്ട് എന്ന് പറഞ്ഞാൽ കല്യാണരാമന്റെ തോട്ട് തന്നെയാണ്. ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നു, ദിലീപിന് നവീനോട് ഇഷ്ടം തോന്നുന്നു, ഇവിടെ നസ്ലിന് മറ്റേ പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നു. അതിൻ്റെ ഇടയിൽ ഓഫീസിൽ ഒരുത്തനുണ്ട്, ഇവിടെ കുഞ്ചാക്കോ ബോബനുണ്ട്. ഇവർ തമ്മിലുള്ള ഈഗോ, കുഞ്ചാക്കോ ബോബൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞാൽ അവനെ തോപ്പിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യുന്നു, അവൻ ഡാൻസ് ചെയ്യുന്നു, നിന്റെ പെണ്ണിനെ അവൻ കൊണ്ടുപോകും. അതേപോലെ തന്നെ അവിടെ അവർ തമ്മിൽ ഒരു മത്സരം പോലെ കല്യാണത്തിൻ്റെ അവിടെ സിറ്റുവേഷൻ വരുന്നു എന്ന് പറയുന്ന ബേസ് കണ്ടന്റ് അതാണ്. ശരിയാ. ഇത് ഹൈദരാബാദിലാക്കി പുതിയ കാസ്റ്റിംഗ് വരുമ്പോഴേക്കും ഇത് റൈറ്റർമാർക്ക് മാത്രമേ പിടിയിട്ടുള്ളൂ, പ്രേക്ഷകന് പിടിയിട്ടില്ല. അത് അവരുടെ കുറ്റമല്ല കേട്ടോ, ഞാൻ പറയാം, അവരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അത് അത്ര തീമുകളുള്ളു. അപ്പൊ ഒരു 2-way ലവാണ് അതിന്റെ തീം. ശരിയാ. രണ്ടുപേർക്കും ഒരു പെണ്ണിനോട് പ്രേമം, അതിനുള്ള മത്സരങ്ങൾ നടക്കുന്നു, ആ പെണ്ണിനെ സ്വന്തമാക്കാൻ നടക്കുന്നു. യഥാർത്ഥ ഹീറോയിന് ആ പെണ്ണിനെ സ്വന്തമാക്കാൻ പറ്റുന്നു, കൂട്ടുകാരനും ഉണ്ടാവും, അവനെ ഫോളോ ചെയ്യുന്ന കൂട്ടുകാരൻ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ആ ബേസ് ത്രെഡ് തന്നെയാണ്. അപ്പൊ ഇത് പല പല ക്ലൈമാക്സ് ഒരു കല്യാണം ഈ കൃഷ്ണന്റെ വേഷത്തില് ഒരു ഡാൻസ് ചെയ്യുന്നു, ഇവന് അത് കണ്ടിട്ട് കുരുവെട്ടുന്നു. അത് ഇവിടെ കുഞ്ചാക്കോ ഡാൻസ് ചെയ്യുന്നു, കുഞ്ചാക്കോ പക്ഷെ ഇവനായിട്ടാണ് സ്നേഹം എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അത് വേറെ ലൈനില് ചിന്തിച്ചു കഴിഞ്ഞാൽ വേറെ അറ്റ്മോസ്ഫിയറിൽ ഇതാണ് ബേസ് തീം. അത് തന്നെയാണ് ആമേൻ എന്ന് പറയുന്ന സിനിമ, കീർത്തനം എന്ന് പറയുന്ന എൻ്റെ സിനിമയുടെ ബേസ് തീം തന്നെയാണ്. എൻ്റെ സെറ്റുകാരൻ അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെ കുറെ ബേസ് തീമുകൾ റിപ്പീറ്റേഷൻ വരും. അത് ആരുടെയും കുറ്റമല്ല, അത് വേറെ പശ്ചാത്തലത്തിൽ വേറെ രീതിയിൽ പറയുക എന്നുള്ളതാണ് ബുദ്ധി ഹിറ്റ് അയക്കുന്നത്. ഈ ആകാശഗംഗയിലെ റൈറ്റർ അല്ലേ ആദ്യത്തെ? രണ്ടാമത്തെ പാവന്റെ തലയിൽ വെക്കരുത്. എന്താ പിന്നൊരു ഹൊറർ ട്രൈ ചെയ്യാണ്ടിരുന്നേ? ഹൊറർ ഈ പറഞ്ഞ പോലെ തന്നെ അത് ആകാശഗംഗ കഴിഞ്ഞപ്പോൾ അതിന് അനുബന്ധമായിട്ട് കുറെ ഹൊറർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയല്ലേ. കുറച്ച് ഹൊററൊക്കെ വന്ന് ഇങ്ങനെ പോയി. പിന്നെ ഒരു സംഭവം ഇങ്ങനെ ഹൊറർ മാത്രമായിട്ടുള്ളൊരു പരിപാടി അതെന്ന് പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാലും അതും ഒരു പുതുമയായിരുന്നു. ഹൊറർ കോമഡി എന്ന് പറഞ്ഞൊരു ട്രാക്ക്. അപ്പൊ ഹൊറർ പേടിപ്പിക്കൽ മാത്രമുള്ള പരിപാടിയുടെ ഇടയിലാണ് നമ്മൾ കോമഡി കൂടി മിക്സ് ചെയ്തിട്ട് ഹൊറർ കോമഡി വന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ അതിനോടുള്ള ഈ റിപ്പീറ്റേഷൻ വരാതെ നോക്കണമല്ലോ, പിന്നെയും ഒരു ഹൊറർ അപ്പൊ തന്നെ ഒരു കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ ഇപ്പൊ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അത് ഹൊറർ അല്ല, പക്ഷെ ഫാന്റസി ലൈനുള്ള ഒരു പരിപാടിയാണത്, ഫാന്റസിയാണത്. ഒരു ഫാന്റസി ഒരു ഇത് നമ്മുടെ ടോവിനോ അഭിനയിക്കുന്ന ഒരു അടുത്ത ഈ വർഷം എൻഡിലൊക്കെ ഉണ്ടാവും. എപ്പോഴാ സംവിധായം പണ്ട് തൊട്ട് തന്നെ ഇങ്ങനെ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് കാരണം എല്ലാ ഭാരം മുഴുവൻ തലയിലിട്ട് വെക്കണ്ടല്ലേ. ഇപ്പൊ റൈറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പറയില്ലേ എല്ലാത്തിലും നമ്മൾ ത്രൂ ഔട്ട് നിൽക്കുകയും ഡബിങ്ങിന് ഇരിക്കുകയും വെക്കാം. ആ ഒരു സംവിധായകന്റെ മേലൊക്കെയാണ് ഞാൻ പണ്ടേ തോന്നിയിട്ടില്ല. ഇപ്പൊ പിന്നെയും കുറച്ചും കൂടി റിലാക്സ് ചെയ്യാൻ അഭിനയിക്കുക എന്നാണ് തോന്നുന്നത്. അങ്ങനെ ചില പടങ്ങളിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. അതാവുമ്പോ പിന്നെ നമുക്ക് ടെൻഷൻ കുറവുള്ളു. സംവിധാനം ഒന്നും കൂടി ഓവർ ഒരു ബ്രെയിനും കൂടി ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ് എപ്പോഴും. റൈറ്ററുടെ കൂടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനും നമ്മളുടെ കുറവുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ആ ഒരു സിങ്ക് വന്നു കഴിഞ്ഞാല് നമുക്കും കൂടി ഒരു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ റൈറ്റർ കം ഡയറക്ടർ ആണെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾ മാത്രമായിരിക്കല്ല. സ്ക്രിപ്റ്റിലായാലും ഇതാണ് ഞാൻ തന്നെ തീരുമാനിക്കുന്നു, ഞാൻ തന്നെ ഇങ്ങനെ മതി. ഇതിലാരോടെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ അവര് ഒരു പരിധി വരെ പറയുള്ളൂ. ഇപ്പൊ എഴുതാനിരിക്കുമ്പോഴേ പണ്ടത്തെ പോലെ അല്ലല്ലോ, കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുറെ ഫിൽറ്ററുകളുണ്ട്. പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. പക്ഷെ അപ്പുറത്ത് ഇപ്പൊ പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ടെന്ന് പറയുന്ന ഒരു തിയറിയും വരുന്നുണ്ട്. ഇപ്പൊ ഷാഹി കബീർ എന്നുള്ള റൈറ്റർ ജോസഫ് എഴുതിയ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇപ്പൊ ആളുകൾക്ക് അത് മടുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ, അങ്ങനെ പറയുന്ന ഒരു തിയറി വരുന്നുണ്ട്. ഇതൊക്കെ എഴുത്തുക എന്നുള്ള രീതിയിൽ മനസ്സിലേക്ക് വരുന്നുണ്ടോ? അതിപ്പോ എഴുതുമ്പോ ചിന്തിക്കേണ്ട വിഷയമാണ് അത്. കാരണം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ട് പല കാര്യങ്ങളും, മാറിയേ പറ്റൂ.
കാരണം നമുക്ക് ഇപ്പൊ ചാന്തുപൊട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, കുറച്ച് വേദനിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഒരു ബോഡി ഷെയ്മിങ് നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പണ്ട് ഞാനൊക്കെ പഴയ കാലത്ത് എഴുതിയിട്ടുണ്ട്. അത് അന്ന് അതൊന്നൊരു വിഷയമായിരുന്നില്ല. അന്നത് വിഷയമല്ല, അത് ഒരു വിഭാഗത്തിനെ വേദനിപ്പിക്കുന്നുണ്ട്, ഒരു തടിയുള്ളവനെ കളിയാക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുരാണ പടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്ര സിനിമകളിൽ ഈ വടക്കമ്പാട്ടിലൊക്കെ ഭയങ്കര തടിയുള്ള ആളും ആലമുടിന്റെ ക്യാരക്ടറും വരും, എന്നിട്ട് രണ്ടുപേരും തമ്മിൽ വാൾപ്പയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ വിഷ്വലി കോമഡിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ തടിയുള്ളവരെ ഭയങ്കര കോമഡിയന്മാരായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൽ നിന്നുള്ള മാറിയ ചിന്ത എഴുത്തുകാർക്ക് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളുടെ തിരിച്ചറിവുകൾ കാലഘട്ടത്തിനനുസരിച്ച് തിരിച്ചറിവുകൾ ഉണ്ടാകാറുണ്ട്, സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ആ തിരിച്ചറിവുകൾ നമ്മൾ ഉൾക്കൊള്ളണം. ഒരാളെ നിറത്തിൻ്റെ പേരിലോ ശരീരത്തിൻ്റെ രൂപത്തിൻ്റെ പേരിലോ നമ്മൾ കളിയാക്കാൻ പാടില്ല. ഇതൊക്കെ ഈ പോളിസി ഞാൻ കുഞ്ഞിക്കൂനലിൽ ഞാൻ അതിൻ്റെ മെയിൻ തീം തന്നെ അതാണ്. അന്ന് അതിൻ്റെ അകത്ത് കോമഡികൾ പലതുണ്ടെങ്കിലും അതിൻ്റെ കണ്ടന്റ് ഒരാളുടെ ബാഹ്യ രൂപമല്ല അവൻ്റെ കഥാപാത്രം, അവൻ്റെ നന്മ, അവൻ്റെ പ്രവൃത്തിയാണ് അവനെ നിലനിർത്തേണ്ടത്. അല്ലാണ്ട് അവനിങ്ങനെ കൂനക്കള്ളായതുകൊണ്ട് അവനെ അവഗണിക്കേണ്ടവനല്ല എന്ന് പറയുന്ന ഒരു സംഭവം മൊത്തത്തില് അതാണ് എന്റെ ഉദ്ദേശം. അത് നടവരുന്നല്ലോ. അതായത് മനുഷ്യന്റെ ബാഹ്യമായ രൂപം കൊണ്ട് അളക്കാൻ പറ്റുമോ നമുക്ക് ഒരാളാ? അയാൾ എന്താണ്? അയാളുടെ സൗന്ദര്യമുണ്ട് അതുകൊണ്ട് നല്ലവരാണോ? സൗന്ദര്യമുള്ളവർ എത്ര പേര് വില്ലന്മാരുണ്ട്, ദുഷ്ടന്മാരുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമല്ലേ, അത് ഏത് നിമിഷവും നഷ്ടപ്പെടാം, എന്ത് ഒരു അപകടത്തിൽ നഷ്ടപ്പെടാം. പക്ഷെ നന്മ സൗന്ദര്യത്തിന്റെ പേരിലാണോ മഹാത്മാഗാന്ധിയും മദർ തെരേസയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? അപ്പൊ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ബാഹ്യമായ പുറംകാഴ്ച മാത്രമാണ്. അതിലേക്ക് ഉപരി ഒരു വ്യക്തിത്വം, മനുഷ്യന്റെ സ്വഭാവം, നന്മ കൊണ്ട് ലോകം കീഴടക്കിയൊരു എന്തോരുണ്ട്. രൂപം കൊണ്ട് ശ്രദ്ധ നേടിയ സൗന്ദര്യ മത്സരങ്ങളിൽ പോലും ഇപ്പൊ നോക്കുന്നത് അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റിയും അവരുടെ സ്വഭാവത്തിൻ്റെതും കൂടി അളവ് പോലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയാണ്. ഇത് നമ്മൾ കുഞ്ഞിക്കൂനൻ തൊട്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ ഈ തമാശയുടെ ഭാഗത്ത് നമ്മൾ അറിയാതെ പോലും ചില സാധനങ്ങൾ വന്നു പോയാൽ അത് ചിലവർക്ക് ഹർട്ട് ചെയ്യും. അപ്പൊ ഇപ്പോൾ എഴുതുമ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. ഈ ബോഡി ഷെയ്മിങ്, പിന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ പോലും വരാതെ ഒരു അവയർനെസ് വേണം ശരിക്കും പറഞ്ഞാൽ. ദിലീപ് സീരിയസ് ആയി പോയിന്ന് വല്ലാത്തൊരു വിമർശനം വരുന്നുണ്ട്. ദിലീപ് വല്ലാതെ സീരിയസ് ആവുന്നു ഇപ്പൊ. അതില് എത്രത്തോളം സത്യമുണ്ട്? കഥാപാത്രങ്ങളാണ് കേട്ടോ. മനസ്സിലായി. കഥാപാത്രങ്ങളെക്കാൾ ഉപരി എന്ന് പറഞ്ഞാലേ ഈ ഓരോ കാറ്റഗറി ഒരു പ്രായം ഒരു വിഷയമാണ്. ഈ കുസൃതി കാണിക്കാനുള്ള ഒരു പ്രായവും രൂപവും ഉണ്ട് ഏത് മനുഷ്യനും. ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുസൃതി കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല ചിലർ. അതായത് വളരെ പക്വതയുള്ള മെച്യൂരിറ്റി ഉള്ള ഒരാൾ ഈ പിള്ളേരുടെ പോലെ ഇവനിപ്പോഴും കുട്ടികളി മാറിയിട്ടില്ലെന്നല്ലേ തോന്നുള്ളൂ. ആ സമയം ആ ഒരു കുട്ടികളി പ്രായമുള്ള ഒരുത്തിൽ നിന്ന് കാണിച്ചാൽ നമ്മൾ ജെന്യൂനായിട്ട് എടുക്കും. അപ്പം നമ്മൾ ആ കഥാപാത്രത്തിന് ആ പ്രായത്തിനനുസരിച്ചിട്ട് ഉള്ള കഥാപാത്രങ്ങൾ എടുക്കുക എന്നുള്ള ഒരു ശ്രദ്ധയും ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ കഥാപാത്രം പോലും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മണിക്കൂട്ടിനും ബിജുക്കൂട്ടിനൊക്കെ ഇട്ടെന്ന് പറഞ്ഞ പോലെ ഒരു ബുദ്ധി കാണിക്കണം അതിൻ്റെ അകത്ത്. ബുദ്ധി കാണിച്ച് വർക്ക് ചെയ്യുക. പ്രായം ഉണ്ടെങ്കിലും ആ പ്രായത്തിനൊത്ത തമാശകൾ വരണം. ഇപ്പൊ തൊമ്മനും മക്കളിലും തമാശയില്ലേ? രാജൻ പിതേ പറയുന്നില്ലേ? മമ്മൂക്ക പറയുന്നില്ലേ? ലാലേട്ടൻ പറയുന്നില്ലേ? ആ പ്രായത്തിലുള്ളവര് എപ്പോഴും ഈ ദശമൂലം ദാമുവിന്റെ സ്പിൻ ഓഫ്. ദശമൂലം ദാമു ഇനി വരില്ല. അത് അതിന് കുറെ ശ്രമങ്ങളൊക്കെ നടത്തി. പിന്നെ സുരാജിനും അതിനുള്ള ഒരു ധൈര്യമില്ല. സുരാജ് പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ പല സെറ്റപ്പുകളിലൊക്കെ നോക്കി. പിന്നെ അതിന്റെ പ്രസക്തി അങ്ങോട്ട് പോയി. ഒരുപാട് നാളായല്ലേ ഇത്. അപ്പൊ ഇനി അത് എനിക്കും അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു.